രാവിലെ എണീച്ചപ്പോൾ കായൽ മീൻ തിന്നാൻ ഒരാഗ്രഹം. അങ്ങനെ ഞാനും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പയ്യനായിട്ട് കായലിലോട്ട് പോവുക. അവിടെ ആകുമ്പോൾ ചിലപ്പോൾ വള്ളക്കാരിൽ മീൻ കാണും. അതാകുമ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടും. എനിക്ക് കായൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മീനെന്ന് വെച്ചാൽ ഈ ചൂട എന്ന് പറയുന്നൊരു മീനുണ്ട്. അതായത് നമ്മളെ നെത്തോലി, കടൽ നെത്തോലി ഇല്ലേ, ആ മോഡൽ. അത് സൂപ്പർ സാധനം. പൊരിക്കാനേ കൊള്ളാവുള്ളൂ. പക്ഷെ കാരണം എന്ത് സംഭവിച്ചാൽ അല്ല എങ്കിൽ അത് പൊടിഞ്ഞു അങ്ങ് പോകും. കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ തവി ചേർക്കാനൊന്നും പാടില്ല. തവി ഇട്ടൊന്ന് കലക്കിയാൽ തീർന്നു, അതുകൊണ്ട് ചാവില്ല. ഇതാകുമ്പോൾ പൊരിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നമ്മളവിടെ നിന്നൊരു 7-8 കിലോമീറ്ററേ ഉള്ളൂ കായലിൽ, രണ്ട് ഈ കായലിലോട്ട് വരാൻ. ഇത് വെള്ളിമണ്ണാണ് സ്ഥലം, അടിപൊളി കായലാണ്. ഉണ്ട്. ഇനിയിപ്പം അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു മാമൻ നമുക്കൊരു കരിമീനൊക്കെ തന്ന് എടുത്ത് എറിഞ്ഞ് തന്നു. പുള്ളി മുങ്ങി കക്ക വരുന്ന ആളാണ്. അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കരിമീൻ തരുന്നുണ്ട്. തിരിച്ചതിൽ തന്നെ ഇട്ട്, കാരണം നമുക്ക് ഒരെണ്ണമായിട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പുള്ളി ഒന്ന് കാണിച്ചു തന്നു. അതാ പുള്ളി. ഞങ്ങൾ ചെല്ലുമ്പോൾ വന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഒന്നും ആയില്ല, ഇനിയിപ്പോൾ സമയം എടുക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ വെച്ച് വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് വെച്ച് മീൻ കിട്ടാൻ വകുപ്പ്. അവൻ പറഞ്ഞില്ല, നിങ്ങളൊരു കാര്യം ചെയ്തു, അപ്പുറത്തൊരു വള്ളം വന്നിപ്പോണ്ട്, ആ വള്ളത്തിൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് വള്ളം വന്നു. അങ്ങനെ വള്ളത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവരിൽ ഈ ചൂട തന്നെ ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം തന്നെ ഉണ്ട്. അങ്ങനെ ചൂട എങ്കിൽ ചൂട എന്ന് വിചാരിച്ച് ഞാനും ഷിജാസും കൂടി അവിടെ കുറച്ച് നേരം കറങ്ങി. കാരണം നല്ല പ്രകൃതി ഭംഗിയാണെന്ന് കാണാനും ഒക്കെ. നോക്കി ഏതാണ്ട് ഇവരിലാണ് ചൂടയുള്ളത്. ചൂട തരുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. ഏതാണ്ട് ഇത് ഞാൻ വീട്ടിൽ വിളിച്ച് കാണിച്ചു കൊടുക്കുക വൈഫിനെ. കാരണം ഇങ്ങനെ ഫ്രഷ് മീൻ, അതും ഫ്രഷ് മീൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ. കാരണം ഇത്രയും ലൈവായിട്ട് പിടിച്ച് തരുമല്ലോ അവർ. അപ്പം ഞാൻ വൈഫിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇതാണ്. അത് നമ്മളെ ക്യാമറാമാൻ തരുന്ന വീഡിയോ ഒന്നും എടുത്തില്ല അവർ തരുന്നത്. പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ അങ്ങ് വീഡിയോ എടുത്ത് നിർത്തിയത്. ഇതാണ് ഞാൻ പോയ ഭാഗങ്ങളൊക്കെ. കാരണം ഞാൻ പഠിച്ച എന്തായാലും അവനെ കൊണ്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് വീഡിയോ എടുപ്പിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തത്. എന്നുവെച്ചാൽ പ്രകൃതി ഭംഗി അടിപൊളിയായിട്ടുണ്ട് ഇത് കാണാനൊക്കെ. ഇത് വെള്ളിമണ്ണാണ് സ്ഥലം. പുലിമുക്ക് അങ്ങനെയുണ്ട് എന്നെ പറയുന്നത്. പേര് മറന്നുപോയി. ഞാൻ കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ വിദേശത്തായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ഈ നാട്ടിലെ എൻ്റെ അവിടെ നിന്ന് തന്നെ വശിച്ച് കുറച്ച് ദൂരമൊക്കെ വരുമ്പോഴത്തേക്കും സ്ഥലക്കാര്യങ്ങളൊക്കെ മറന്നു പോകും പെട്ടെന്ന്. ആണ്ടേ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കുക. ഇത് കായലിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ വണ്ടികൾ പോകുന്നത്. കുറേ ആൾക്കാരേ ഉള്ളൂ കേട്ടോ, തോനെയൊന്നും ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ ആ ഭാഗത്തായിട്ട്. എനിക്ക് തോന്നുന്നു താമസം കുറവാന്ന് തോന്നുന്നു, ആ ഭാഗത്ത് താമസക്കാരൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ മൊത്തം ചെളിയാണ് കേട്ടോ. കാരണം അവിടെ കുറച്ച് ഭാഗങ്ങൾ ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ഭാഗങ്ങൾ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ച് കാണിച്ചു കൊടുത്തായിരുന്നു ഇടയ്ക്ക് വെച്ച് ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ വൈഫിന് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അവൾ പറഞ്ഞു നമുക്കൊരു ഇതിനൊക്കെ പോകാമെന്ന് പറഞ്ഞു. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ. പക്ഷേ നമ്മളാരും അങ്ങോട്ടൊന്നും പോയി നിന്നിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടേതായ ബിസി ലൈഫല്ലേ. അപ്പം പക്ഷേ വരാതിരിക്കുന്നത് നല്ലത്. കാരണം വന്നു കഴിഞ്ഞാൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നശിപ്പിക്കും ഈ സ്ഥലങ്ങളെല്ലാം. നല്ല രസമാണ് കണ്ടാ, നോക്കിയേ ഭംഗി നോക്കിയേ. അവിടുത്തെ ആൾക്കാർക്ക് അത് ഡെയിലി കാണുന്നുണ്ട് ഒന്നും തോന്നില്ല. നമുക്ക് ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യം മനസ്സിലാകുന്നത്. തെങ്ങിൻ തോപ്പിൻ്റെ ഇടയിൽ കൂടെയുള്ള ആ ഒരു വഴിയും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനെയൊക്കെ ഉള്ളൊരു വീഡിയോ എടുത്തിടുമ്പോൾ എല്ലാ പ്രവാസികളും ആഗ്രഹം തീർക്കാൻ വേണ്ടിയില്ലേ നാട്ടിൽ വരുന്നത്. അപ്പോൾ അതിലൊരു ആഗ്രഹമാണിത്. ഇങ്ങനെ സ്വന്തം നാട് ചുറ്റി കാണുക. അത്രയും ഭംഗിയൊന്നും വേറൊരിടത്തും കാണില്ല. അവനവൻ്റെ നാട് ഭംഗിയാണല്ലോ. അത് കണക്ക് തന്നെ ഞാൻ കൊല്ലമാണ് ജില്ല. കൊല്ലം എല്ലാവരും പറയും കൊള്ളൂല. പക്ഷെ നമുക്ക് കൊല്ലംകാരാണ് സൂപ്പർ. അതുകൊണ്ട് നോക്കിയേ ഭംഗി നോക്കിയേ. അവരവർക്ക് അവരുടേതായ സ്ഥലങ്ങളുണ്ട്. ഞാനിത് ഞങ്ങളെ മാത്രം പുകഴ്ത്തി പറയല്ല, ഞങ്ങൾക്ക് ഞങ്ങളതായൊരു ഭംഗിയാണ്. നോക്കിയേ അവിടെ ഒരു മാമൻ കക്ക വരും. ആ മാമൻ്റെ അടുത്ത് ബസ്സിൽ പോയി ചോദിച്ചത്. മാമൻ പറഞ്ഞു ഞാൻ ഇറങ്ങുന്നതേ ഉള്ളൂ, അത് അപ്പുറത്തും ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് അടുത്തടുത്തോട്ട് പോയത്. നോക്കിയേ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ആരെയും കൊണ്ട് ശല്യമില്ലാത്തൊരു ഏരിയ. നോക്കിയേ കിടിലോ. ഇനി അങ്ങോട്ട് പോകുന്തോറും ഭംഗി കൂടും. നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴി തന്നെ, പക്ഷേ ഇച്ചിരി കയറ്റം ഇറക്കമൊക്കെ ഉണ്ട് റോഡിൽ. ഉണ്ട് സൂപ്പർ സ്ഥലം. നോക്കിയേ വൈകിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പുറത്ത് ചെറിയ വള്ളം അവർ ഇറക്കാൻ പോകുന്നുണ്ട്. അതും നമ്മൾ വീഡിയോ എടുത്തില്ല, കാരണം ഇനി എപ്പം പിടിച്ചുകൊണ്ട് വരാനാണ് മീനൊക്കെ. ഇതുപോലെ ഫ്രഷ് ആയതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് വീണ്ടും പോകും. അപ്പോഴും ഞാൻ കിട്ടുന്ന മീനുകളെല്ലാം വീഡിയോ എടുക്കാം. ഞാനും ഭാര്യയായിട്ടായിരിക്കും പോകുന്നത്. അപ്പം അവൾ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് തരും. അതുകൊണ്ട് നോക്കി അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരു ദിവസം എല്ലാവരും ഒന്ന് വന്ന് നോക്ക്. അടിപൊളി കുഴിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ്റെ പേര്, വെള്ളിമൺ കുഴിയം.
ഇതോടുകൂടി ഇവിടെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും. നമ്മളൊരു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ഞാനിത് റെക്കോർഡാണ് ചെയ്യുന്നത് കേട്ടോ. അത് മനസ്സിലാവും റെക്കോർഡാണ് ചെയ്യുന്നത്. കാരണം അവിടെ ഭയങ്കരമായിട്ട് നോയ്സ് ഉണ്ടായിരുന്നു വിൻഡിൻ്റെ. ഇതിപ്പോൾ മോൻ ബഹളം വെക്കും അവിടെ വീട്ടിനകത്ത്. അവന് രാവിലെ എണ്ണിച്ചതേ ഉള്ളൂ. എണ്ണിച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ എല്ലാവരും ഉണർത്തിയാൽ അടങ്ങും. ഇനിയൊരു 2 മാസം കൂടെ, 1.5 മാസം അടുപ്പിച്ച് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് വീഡിയോകളൊക്കെ ഇടണമെന്നൊക്കെ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ മിക്കപ്പോഴും ഇനി വീഡിയോ എടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ഞാൻ ശല്യപ്പെടുത്തി ഇല്ലാതാക്കും. നോക്കിക്കോ, ഇതേ കണ്ട ചായക്കടയൊക്കെയാണ് കേട്ടോ. നല്ല രസമായി സ്ഥലത്തൊക്കെ പോയിട്ട് തിരിച്ചു വരാനൊക്കെ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നതായിരിക്കും.